moneybox. Be financially disciplined. Hello everyone. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ട്രേഡ്സ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സെറ്റിൽമെന്റ് സൈക്കിൾ എന്താണ്? ഇതാണ് ഇന്നത്തെ ടോപ്പിക്. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓഹരികളിലുള്ള കൈമാറ്റം ഇലക്ട്രോണിക്കലി നടക്കുവാൻ തുടങ്ങിയത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇലക്ട്രോണിക് ഫുള്ളി ഓട്ടോമേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടു കൂടിയാണ്. 1992 NSE എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നാൽ 1994 ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ അപ്പോഴും ഫുൾ ഫ്ലെഡ്ജ് ആയിരുന്നില്ല. ഇനിഷ്യൽ ടീച്ചിങ് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ അന്ന് നിലവിൽ ഡെപ്പോസിറ്ററീസ് ഒന്നും തന്നെ സ്ഥാപിതമായിട്ടുമില്ലായിരുന്നു. എന്താണ് ഡെപ്പോസിറ്ററി? നമ്മളുടെ ഹാർഡ് ഏൺ മണി, നമ്മളുടെയൊക്കെ സേവിങ്സ് വളരെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ബാങ്കിലാണ്, അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്. അതുപോലെ നമ്മുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓഹരികളിലാണ് എങ്കിൽ കമ്പനികളുടെയൊക്കെ ഷെയർസ് ഇലക്ട്രോണിക്കലി കീപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡെപ്പോസിറ്ററി. അവിടെ ഓപ്പൺ ചെയ്യുന്ന ഇലക്ട്രോണിക്കലി ഷെയർസ് ഒക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് ആണ് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ ടേം ആണ്, അല്ലെ? അങ്ങനെ ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്പോസിറ്ററി സ്ഥാപിതമായത് 1996 NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. NSDL കൂടി വന്നതോടുകൂടിയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗും സെറ്റിൽമെന്റും ഒക്കെ ഒരു ഫുൾ ഫോമിൽ ആയത്. ഇനിഷ്യലി NSEയുടെയും BSEയുടെയും ഒക്കെ സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് T+3 ആയിരുന്നു. എന്നാൽ അത് പിന്നീട് 2003 T+2 സെറ്റിൽമെന്റ് ആക്കി. നൗ എന്താണ് T+2 അല്ലെങ്കിൽ ഒരു ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ നമ്മുടെ ട്രേഡ്സ് ഒക്കെ സീംലെസ് ആയി വിത്തൗട്ട് എനി ഡിഫോൾട്ട് സെറ്റിൽ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. T+2 എന്നാൽ ട്രേഡിംഗ് പ്ലസ് സെക്കൻഡ് ഡേ. നിങ്ങൾ ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്തു, ഡിമാറ്റ് അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, അതിലേക്ക് കുറച്ച് സഫീഷ്യന്റ് ഫണ്ട്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വരികട്ടെ. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു 1 lakh rupees ആണ് ട്രാൻസ്ഫർ ചെയ്തത്. നിങ്ങൾക്കൊരു 100 ഷെയർ വാങ്ങിക്കണം, സേ ഇൻഫോസിസ് ലിമിറ്റഡ്. സോ അതിന് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ ഇലക്ട്രോണിക്കലി ഓർഡർ പ്ലേസ് ചെയ്തു, 100 ഷെയർസ് പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്യുന്ന ആ ഡേ ആണ് ട്രേഡിംഗ് ഡേ അഥവാ T എന്ന് പറയുന്നു. ഇനി T+1 ഡേയിൽ അഥവാ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത സേ മൺഡേ ആണെന്ന് വിചാരിക്കുക. അപ്പൊ T+1 ട്യൂസ്ഡേ മോർണിംഗ് നിങ്ങളുടെ ബ്രോക്കറേജ് അക്കൗണ്ടിൽ നിന്നും അഥവാ നിങ്ങളുടെ ആ ഒരു ലെഡ്ജറിൽ നിന്നും ആ അത്രയും പർച്ചേസ് വാല്യൂ പ്ലസ് വാട്ട് എവർ ബ്രോക്കറേജ് അല്ലെ ടാക്സസ് ഇത് ഡിഡക്റ്റ് ആവുന്നു അല്ലെ ഡെബിറ്റ് ആവുന്നു. അവിടെ ഒരു ഷെയർ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സെറ്റിൽമെന്റിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, T+1. സെക്കൻഡ് ഡേയിൽ അഥവാ T+2ൽ അഥവാ ഈ ഒരു കേസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അഥവാ സെക്കൻഡ് ഹാഫിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത 100 ഷെയർസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി അത് ഇലക്ട്രോണിക്കലി ക്രെഡിറ്റ് ആവുന്നു. അവിടെ ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. നൗ ഇവിടെ നിങ്ങൾ ഷെയർ ഈ പറഞ്ഞ ട്രേഡിംഗ് ഡേയിൽ മൺഡേ പർച്ചേസ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്കലി ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ട്രേഡ്സ് ഒക്കെ മാച്ചായി, അവിടെ ഒരു ട്രേഡ് എക്സിക്യൂഷൻ നടന്നു, നിങ്ങൾക്കൊരു കൺഫർമേഷനും കിട്ടി. ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഒരു സെല്ലർ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ സെല്ലർ ആരാണെന്നുള്ള ഐഡന്റിറ്റി നമ്മൾക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. ആ സെല്ലർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ കാശ്മീരിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ കന്യാകുമാരിയിലോ ആസാമിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഒരു ഫോറിൻ ക്ലയന്റോ ആവാം, ഒരു കോർപ്പറേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു NRIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഡിവിജ്വലോ ഒക്കെ ആവാം. ഈ ഒരു ഇൻവെസ്റ്റർ താൻ എന്നോ വാങ്ങിച്ച ഇൻഫോസിസിന്റെ ആ ഒരു 100 ഷെയർസ് സെല്ല് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെ? നമ്മൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ രണ്ടുപേരുടെയും പ്രൈസ് തമ്മിൽ മാച്ചായി, അപ്പോഴാണ് അവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഇവിടെ ഈ സെല്ലറുടെ കേസിൽ T+1 ഡേയിൽ അഥവാ ട്യൂസ്ഡേ ആ സെല്ലറുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും തന്റെ 100 ഷെയർസ് അവിടെ ഡിഡക്റ്റ് ആവുന്നു അല്ലെങ്കിൽ ഡെബിറ്റ് ആവുന്നു. T+2ൽ അഥവാ ട്രേഡിംഗ് പ്ലസ് സെക്കൻഡ് ഡേ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഈ സെല്ലറുടെ ബ്രോക്കറേജ് അക്കൗണ്ടിലേക്ക് അതിന്റെ സെയിൽ പ്രൊസീഡ്സ് അഥവാ സെയിൽ എമൗണ്ട് ഇലക്ട്രോണിക്കലി ക്രെഡിറ്റും ആവുന്നു. അവിടെ ഒരു സെയിൽ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആയി. സോ ഇതാണ് ഒരു സെറ്റിൽമെന്റ് സൈക്കിൾ. എന്നാൽ
NSEയുടെയും BSEയുടെയും നിലവിലെ സെറ്റിൽമെന്റ് സൈക്കിൾ T+2 ആണ്. Now ഇനി ഈ ഓപ്പോസിറ്റ് സെല്ലർ ഷെയർസ് T+1ൽ ഡെലിവറി ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട്. ഡേ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യുന്നവരൊക്കെ മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി ബെനിഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം സെല്ല് ചെയ്യും. തങ്ങളുടെ കയ്യിൽ ഷെയർസ് ഇല്ലെങ്കിലും ആദ്യം സെല്ല് ചെയ്യാം. അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതും ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെ വരും എന്നുള്ളതുകൊണ്ട് അവർ സെല്ല് ചെയ്യുന്നു. താഴെ ഒരു ലോവർ പ്രൈസിൽ ബൈ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഷോർട്ട് സെല്ല് ചെയ്യുക എന്ന് പറയാം അതിന്. സോ അങ്ങനെ ചെയ്യുന്നവർ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്ന ഇന്ത്യൻ ടൈം 3:30 മുന്നേ അത് സ്ക്വയർ ചെയ്ത് പൊസിഷൻ ഇല്ലാക്കാതിരുന്നാൽ ഇതുപോലെ തന്നെ അത് ഓപ്പൺ ആയിട്ട് കിടക്കുകയും അവർക്ക് ആ ഒരു ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ വാട്ടെവർ ആ ഷെയർസ് എക്സ്ചേഞ്ചിന്റെ ക്ലിയറിംഗ് ഹൗസിലേക്ക് ബ്രോക്കർ ത്രൂ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ വരികയും ചെയ്യും. സോ അങ്ങനെ ഷെയർസ് ഡെലിവറി ചെയ്യാൻ പറ്റാതെ വന്നാൽ അതൊരു ഷോർട്ട് ആയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ബാഡ് ഡെലിവറി ആയി. സോ ഇങ്ങനെ ഡിഫോൾട്ട് ആവുന്ന കേസിൽ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. എക്സ്ചേഞ്ചിന് ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ വിൻഡോ ഉണ്ട്. അവിടെ ക്ലിയറിംഗ് മെമ്പേഴ്സ് ആണ് നോർമലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഓപ്ഷൻ പ്രോസസ് T+2 സെക്കൻഡ് ഹാഫിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ നടക്കും. ഈ ഓപ്ഷൻ മാർക്കറ്റിൽ ഷോർട്ടായ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർസ് അവൈലബിൾ ആണെങ്കിൽ വാട്ട് എവർ ബി ദ പ്രൈസ് അവിടെ വാങ്ങിച്ചിട്ട് ബയർക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ എക്സ്ചേഞ്ചിന്റെ ക്ലിയറിംഗ് ഹൗസ് സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഡിഫോൾട്ട് ആയ സെല്ലറെ സംബന്ധിച്ചോളം ഒരു വലിയ റിസ്ക് ഉണ്ട്. കാരണം ഓപ്ഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഏത് പ്രൈസിനാണോ, അല്ലെങ്കിൽ നോർമലി ഒരു ഹയർ പ്രൈസിനായിരിക്കും ഓപ്ഷൻ നടക്കുന്നത്. ആ വാട്ട് എവർ ബി ദ ഡിഫറൻസ്, ആ ലോസ് എന്ന് പറയുന്നത് ആ ഒരു ഡിഫോൾട്ടഡ് ആയിട്ടുള്ള സെല്ലർക്ക് അസൈൻ ചെയ്യുകയും അത് അവിടെ ഒരു വലിയ ലോസ് ആയിട്ട് ഒരു പെനാൽറ്റിയും കൂടെ, എക്സ്ചേഞ്ചിന് ഒരു പെനാൽറ്റിയും കൂടെ അതിൻ്റെ അകത്ത് കൂട്ടും. അതൊരു ചെറിയ പേഴ്സൻറ്റേജ് ആണ്, എന്നാൽ പോലും ആ ഒരു ലോസ് സെല്ലർക്ക്, ഡിഫോൾട്ടഡ് ആയിട്ടുള്ള സെല്ലർക്ക് ബെയർ ചെയ്യേണ്ടി വരും. സോ ഇതാണ് സെറ്റിൽമെന്റ് സൈക്കിളിൽ വരുന്ന ഡിഫോൾട്ട് ആവുന്ന കേസിലുള്ള ഓപ്ഷൻ പ്രോസസ്. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സെറ്റിൽമെന്റ് സൈക്കിളിൽ വലിയ ഒരു മാറ്റം നമുക്ക് അടുത്ത വർഷം പ്രതീക്ഷിക്കാം. സെറ്റിൽമെന്റ് സൈക്കിൾ നിലവിലെ T+2ൽ നിന്നും T+1 ആക്കുന്നതിനുള്ള അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്ക്സും മറ്റ് ക്ലിയറിംഗ് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റിയാൽ നെക്സ്റ്റ് ഡേ തന്നെ ഓഹരികൾ വാങ്ങുന്നവർക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർസും വിൽക്കുന്നവർക്ക് അതിന്റെ സെയിൽ പ്രൊസീഡ്സും T+1 ഡേയിൽ തന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും. എന്നാൽ അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പ്രധാനമായിട്ടും ഇതിന് എതിർപ്പ് അല്ലെങ്കിൽ ഒബ്ജക്ഷൻ വരുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ പക്കൽ നിന്നാണ്. കാരണം ഈ ഒരു ജോഗ്രാഫിക്കൽ ടൈം ഡിഫറൻസ് ഈ ഒരു സെറ്റിൽമെന്റിന് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഹെഡേക്ക് സൃഷ്ടിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ സെറ്റിൽമെന്റ് സൈക്കിളിനെ കുറിച്ച് നല്ലൊരു ധാരണ എല്ലാവർക്കും കിട്ടി എന്ന് കരുതുന്നു. അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.